വടക്കാഞ്ചേരി നഗരസഭയിൽ ആഗസ്റ്റ് മാസം പിറക്കുന്നതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും സമരപരിപാടികളുമായി രംഗത്തിറങ്ങും. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അനുവദിച്ച വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ആഗസ്റ്റ് 1 നഗരസഭ ഭരണപക്ഷ കൌൺസിലർമാരടക്കം 1000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് CPM നഗരസഭയിലേക്ക് മാർച്ചും പ്രതിഷേധ പ്രകടനവും നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ എന്നിവർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കുറച്ചതിലും അതും ജനോപകാരപ്രദമായ കാര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്ന കാലങ്ങളിൽ അനുഭവിക്കാൻ പോവുകയാണ്. 2 മാസമായിട്ടേ ഉള്ളൂ UDFൻ്റെ സർക്കാർ നിലവിൽ വന്നിരിക്കുന്നത്. പവർ കട്ട് ഉൾപ്പെടെ, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നൊരു സ്ഥിതി, അതുപോലെ തന്നെ 8.5 കോടി രൂപ നമ്മളുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് DPC അംഗീകാരം കിട്ടി അതിൻ്റെ പദ്ധതികളുമായി ഈ വടക്കാഞ്ചേരി നഗരസഭ മുന്നോട്ട് പോകുമ്പോൾ ആ ഫണ്ടുകളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് 6.5 കോടി രൂപയൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളുമായിട്ടാണ് UDFൻ്റെ സർക്കാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വളരെ നല്ല രീതിയിൽ ആഗസ്റ്റ് 1 തീയതി LDFൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും LDFൻ്റെ നേതൃത്വത്തിൽ സമരം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതും. ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒക്കെ തന്നെ ഈ ജനങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതാക്കുന്ന സ്ഥിതി വരുന്ന കാലത്തേക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ വടക്കാഞ്ചേരി നഗരസഭ ശ്രമിക്കുന്നുണ്ട്. എത്രയും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു അമൃത് പദ്ധതിയും ഇവിടെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വികസന ഫണ്ട് 8,16,84,000 രൂപയാണ്. SC വീതമായി 3,83,75,000 രൂപയാണ്. ഇതിൽ നിന്ന് വികസന ഫണ്ടിൽ നിന്ന് 5,73,33,000 രൂപ ഗവൺമെൻറ് വെട്ടിക്കുറച്ചു. SC വിഭാഗത്തിൽ 57,56,000 രൂപ വെട്ടിക്കുറച്ചു. അപ്പോൾ ഈ വെട്ടിക്കുറവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം DPC ചേർന്ന് അംഗീകാരം കിട്ടിയ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള റേറ്റ് വെച്ച് ബഡ്ജറ്റ് സംഖ്യ വെച്ച് ആണ് നമ്മൾ പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. പുതിയ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ്റെ പുതിയ ബഡ്ജറ്റ് വന്നതിന് ശേഷം 699 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന സംഖ്യ 177 കോടിയാക്കി വെട്ടിക്കുറയ്ക്കുകയാണ്. വെട്ടിക്കുറവിന് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇപ്പോൾ നഗരസഭയ്ക്ക് 8 ലക്ഷത്തിൽ ചെല്ലാനും രൂപ ഉണ്ടായിരുന്നത് അതിൽ 5 കോടി രൂപ വെട്ടിക്കുറവ് നടത്തുക എന്ന് പറഞ്ഞാൽ പട്ടികജാതി വിഭാഗത്തിലും 50 ലക്ഷം രൂപ വെട്ടിക്കുറവ് വരുത്തുക എന്ന് പറഞ്ഞാൽ നഗരസഭയിൽ മൊത്തത്തിൽ ഏകദേശം 6.25 കോടി രൂപ വെട്ടിക്കുറവ് നടത്തുകയാണ്. കേരളത്തിലെ അങ്ങോളമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ആവശ്യപ്പെടുമ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിലെ ശ്രീ SA ആസാദ് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ് പാർലമെൻ്ററി പാർട്ടി നേതാവ് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനിടയ്ക്ക് സിന്ധു സുബ്രഹ്മണ്യനായി ചുമതല കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ചുമതല അങ്ങോട്ട് കൈമാറുന്ന വിവരം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. ഇത് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് മാറുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ മരുമകൻ മരിച്ചാലും അമ്മായിയമ്മയുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള ഒരു നിലപാട് ചില ആളുകൾക്ക് ഉണ്ടാവുകയാണ്. നഗരസഭ തകർന്നാലും കുഴപ്പമില്ല, നഗരസഭയിൽ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്തിയാലും കുഴപ്പമില്ല, ഒരു പൈസയുടെ ഫണ്ട് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേറെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിലെ നഗരസഭകളുടെ സംഖ്യ വെട്ടിക്കുറച്ച കേരള ഗവൺമെൻറ്, UDF ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് 30-ാം തീയതി നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. 1-ാം തീയതി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക്, എല്ലാ നഗരസഭയിലേക്കും കോർപ്പറേഷനിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനത്തിൻ്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് 1000 കണക്കിന് ആളുകൾ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.
വടക്കാഞ്ചേരി നഗരസഭയിലെ അഴിമതിയെക്കുറിച്ചും സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടും പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപകരണങ്ങൾ വാങ്ങി ലക്ഷങ്ങൾ കൊള്ളയടിച്ചുവെന്നാരോപിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ, NR സതീശൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് SAA ആസാദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നഗരസഭയിൽ ക്രമക്കേട് നടത്തി കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ സെക്രട്ടറി മനോജിനെ അറസ്റ്റ് ചെയ്യണമെന്നും സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ വരുന്ന 4-ാം തീയതി ആഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 10:30 നഗരസഭ മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ 10 വർഷം ഈ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ക്രമക്കേടുകളാണ് വടക്കാഞ്ചേരി നഗരസഭയിലും കുന്നംകുളം നഗരസഭയിലും നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ സപ്പോർട്ടും തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ സപ്പോർട്ടും ഒക്കെയാണ് ഈ തട്ടിപ്പിന് കൂട്ടുന്നവർക്ക് സഹായമായിട്ടുള്ളത്. ജോലിക്കായി പഠിക്കൂ മിനർവയിലൂടെ. SSLC +2 കഴിഞ്ഞവർക്കായി സ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ, അലൈഡ് ഹെൽത്ത് രംഗത്ത് അസിസ്റ്റന്റ്, കൂടാതെ ജോലി സാധ്യത ഏറെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്ട്രുമെന്റേഷൻ, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിംഗ്, പ്രീ പ്രൈമറി TTC. ഡിഗ്രി കഴിഞ്ഞവർക്കായി മികച്ച ജോലി സാധ്യതയുള്ള ഹ്രസ്വകാല കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സും. മിനർവ അക്കാഡമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് തൃശൂർ, ഒരു ISO സർട്ടിഫൈഡ് സ്ഥാപനം. വിളിക്കൂ 9895841933. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്